ഞങ്ങളാ പൊട്ടന്മാരെ പേടിപ്പിച്ച് കളഞ്ഞു. എന്ത് കോലോ ചെയ്ത് ഇതിന്റെ ഇടയിൽ എന്നെ കൂളിംഗ് ഗ്ലാസ് അടിച്ചു മാറ്റിയാ. ഇരിക്കട്ടടാ ഒരു ഭംഗിക്ക്. ഇരിക്കട്ടെ അച്ഛാ, അവിടെ ചെന്ന് എല്ലാം പറഞ്ഞ മതി, മനസ്സിലായല്ലോ? എല്ലാരും ഉറങ്ങിയോടാ? ആരാടാ ഇയാള്? ആരാന്നോ? നിന്റെ അച്ഛനെന്ന് പറയുന്ന ആളാ, കിട്ണൻ. അയ്യേ, എന്റെ അച്ഛൻ ഈ കൂളിംഗ് ഗ്ലാസ് എടുത്ത് മാറ്റ്. രാത്രി ആരെങ്കിലും കൂളിംഗ് ഗ്ലാസ് വയ്ക്കും? അതുള്ളതാ. ഇതൊക്കെ വെച്ചാ പടിയിലെങ്ങാനും തട്ടി വീണാലേ നടിയൊന്നും കാണലുണ്ടാവില്ല. ആശുപത്രി പോയി മലന്ന് കിടക്കാം. ഫാൻ കിടക്കുന്ന കാണാം. അച്ഛൻ രാത്രി ഇതൊക്കെ വെച്ച് പോയാലേ ആൾക്കാർ ശ്രദ്ധിക്കും, ഉറപ്പാ. എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ വെച്ചിരിക്കുന്നേ. കഷ്ട അച്ഛ. എടാ മക്കളെ, അച്ഛനൊരു സംശയം. എന്താ അച്ഛ? എന്റെ മേക്കപ്പ് കുറഞ്ഞു പോയോ എന്ന്. എന്റെ അച്ഛൻ നടിയെ കാണാനല്ലേ പോകുന്നത്, അല്ലാതെ പാടത്ത് നോക്കുത്തിയവനല്ലോ. സുരേഷ് പറഞ്ഞ ശരിയാ. എന്ത് ശരി? ഈ കോലത്തിൽ കണ്ട ഏതെങ്കിലും കർഷകൻ എടുത്തോണ്ട് പോകും. അതിന് കൃഷിയില്ലല്ലോ. അതെ, മിക്കവാറും നമ്മൾ മൂന്നുപേരും മാത്രമേ ഇന്ന് ഷൂട്ടിംഗ് കാണൂ. ഉള്ളതാ. എടാ, 3 പേര് ഒരു കാര്യത്തിന് പോയാ അത് മുടങ്ങും. 4ആണ് രാശി. അച്ഛനും കൂടെ വരാം. ശരി. അച്ഛൻ പഴംപുരാണം പറഞ്ഞത് കഥവാ, അല്ലെങ്കിൽ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിന് പോകും. നമുക്ക് പോവാം. വേഗം നടക്കുന്നു. ഓക്കെ. അയ്യോ മറന്നു. എന്താ സ്പ്രേ അടിക്കാൻ മറന്നു. മതി, അതൊക്കെ ഞങ്ങൾ അടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് മണം വരുമോ?